ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്ത്, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 4 തീയതി, ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 22 അധ്യായം. ദേശത്തിന് സ്വസ്ഥത വന്നതായിട്ടും ദേശവിഭജനം പൂർത്തിയായതായിട്ടും ഒക്കെ നമ്മൾ വായിച്ചു. ഇന്ന് യോശുവ രൂബേന്യരെയും ഗാദ്യരെയും മനുഷ്യരുടെ ബാധികോത്രത്തെ വിളിച്ച് അവരോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിക്കുകയും, അതായത് അവർക്ക് കനാനപ്പുറത്താണ് ദേശം കൊടുത്തത്. അവർ കനാനപ്പുറത്തുള്ള ദേശത്ത് അവിടെ നിൽക്കാതെ അവർക്കുള്ള വിഹിതവും ഭാര്യമാരും കുഞ്ഞു കുട്ടികളും എല്ലാം അവിടെ ആക്കിയിട്ട് യുദ്ധത്തിന് പുറപ്പെടാനുള്ളവർ മാത്രമാണ് ഇന്ന് ബാക്കിയുള്ള ഗോത്രങ്ങളോടൊപ്പം കനാനിപ്പുറത്തെത്തിയത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടി ചേർന്നിട്ടാണ് ഈ യുദ്ധങ്ങൾ നടത്തിയത്, ദേശവിഭജനം നടത്തിയതൊക്കെ. അവരുടെ അതുവരെയും അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട്. യുദ്ധങ്ങളിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. എന്നിട്ട് ഇപ്പം അവർക്ക് അവരുടെ അവകാശ ദേശത്തേക്ക് തിരിച്ചു പോകണമല്ലോ. അവരെ അവകാശ ദേശത്തിലേക്ക് അയക്കുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. എന്നാൽ ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ഈ യോർദാൻ ഇക്കരയും യോർദാൻ അക്കരയുമുള്ള ഈ ജനങ്ങൾ തമ്മിൽ വലിയ അകൽച്ചയിലേക്കും യുദ്ധങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയെ ഇവിടെ ഇല്ലാതാകുന്നതും അവർ തമ്മിൽ പഴയ സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും മടങ്ങി വരുന്നതുമാണ് കാണുന്നത്. ഇതെന്തെന്നാൽ, ഇവർ യോർദാൻ അക്കരയ്ക്ക് പോയി, യോർദാൻ അക്കരെ ചെന്ന് യോർദാനിൻ്റെ തീരത്ത് തന്നെ അവരൊരു യാഗപീഠം പണിതു. ഇപ്പോൾ യാഗപീഠം പണിതായ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ യാഗം അർപ്പിച്ചായിട്ടൊന്നും നമ്മൾ വായിക്കുന്നില്ല. യാഗം അർപ്പിച്ചുമില്ല, യാഗപീഠം പണിതു. ഇത് കനാന് ദേശത്തുള്ള യോർദാനിക്കരയുള്ള ബാക്കി ഗോത്രങ്ങളെല്ലാം കേട്ടപ്പോൾ അവർക്ക് ഭയങ്കരമായ കോപമുണ്ടായി. അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്നതാണ്. പക്ഷേ യുദ്ധത്തിന് അവരെ പ്രേരിപ്പിക്കാതെ യോശുവ ചെയ്തത്, എലയാസറിനെയും ഫീനഹാസിനെയും പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങളിലെ മൂപ്പന്മാരെയും അവരുടെ കൂടെ അവരെ പോയി കാണാൻ അവരയച്ചു. അവരോട് ചെന്നു. അവരോട് ഇവർ സംസാരിച്ചതാണ്, യഹോവയുടെ സഭ മുഴുവൻ ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ഇന്ന് യഹോവയോട് മത്സരിക്കേണ്ടതിന് ഒരു യാഗപീഠം പണിത് ഇന്ന് യഹോവ വിട്ടുമാറാൻ തക്കവണ്ണം നിങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഈ ദ്രോഹം എന്ത്? പെയോർ സംബന്ധിച്ചുണ്ടായ അകൃത്യം നമുക്ക് പോരായോ? അത് നിമിത്തം യഹോവയുടെ സഭയ്ക്ക് ബാധയുണ്ടായിട്ടും നാം ഇന്നുവരെ അത് നീക്കി നമ്മെ തന്നെ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ല. ഈ ബാൽപെയോർ ഓർക്കുന്നുണ്ടാവുമല്ലോ. അത് സംഖ്യ 23, 24, 25 അധ്യായമാണ്. അവിടെ ബാലാക്ക്, ബിലയാമ് ഒക്കെ പറയുമ്പം ആ കാര്യം ഓർമ്മ വരും. അവിടെ മോവാബി സ്ത്രീകളുമായിട്ട് ഇസ്രായേൽ ജനം ഇടകലരുകയും അവിടുന്ന് സ്ത്രീകളെ എടുക്കുകയും അങ്ങനെ ദൈവകോപം അവരുടെ മേലുണ്ടാകുകയും അവരൊരു ബാധ അയക്കുകയും ഒരുപാട് പേര് മരിക്കുകയും ചെയ്ത സംഭവമാണിത്. അപ്പോൾ ഇതുവരെ നമ്മൾ ശുദ്ധീകരിച്ച് തീർന്നിട്ടില്ല. അപ്പോഴാണ് നിങ്ങളിത് യഹോവയെ വിട്ടു മാറാൻ വേണ്ടിയിട്ട് പുതിയ യാഗപീഠം പണിത് മത്സരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങ് വരൂ, കനാൻ ദേശത്തേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് അവകാശം ഞങ്ങൾ തരാം, നിങ്ങൾ അവിടെ വന്ന് പാർക്കൂ, ഇവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ദൈവമായ യഹോവയുടെ യാഗപീഠം ഒഴികെ ഒരു യാഗപീഠം പണിത് യഹോവയോട് മത്സരിക്കരുത്, ഞങ്ങളോടും മത്സരിക്കരുത്. സേരഹിൻ്റെ മകനായ ആഖാൻ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് കുറ്റം ചെയ്യുകയാൽ കോപം ഇസ്രായേലിൻ്റെ സർവ്വസഭയുടെ മേൽ വീണിട്ടില്ലയോ? അവൻ മാത്രമല്ലല്ലോ അവൻ്റെ അകൃത്യത്തിൽ നശിച്ചത്. അതാണ് പറയുന്നത്. അപ്പം ആരെങ്കിലും ചിലർ ചെയ്യുന്ന ഒരു അകൃത്യം അത് സഭയുടെ മേൽ അശുദ്ധിയായി മാറുകയും ആ അശുദ്ധി നീക്കുവാൻ ദൈവകോപം അവർക്ക് ബാധയായി അയക്കുകയും ചെയ്തവർ മാത്രമല്ല പലരും അനേകർ നാശത്തിലേക്കും മരണത്തിലേക്കും പോകുന്ന സംഭവം ഉണ്ടാകും. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ തിരിഞ്ഞു വരണമെന്ന്. അതിന് രൂബേന്യരും ഗാദ്യരും മനുഷ്യരുടെ ബാധികോത്രവും ഇസ്രായേല്യരോട് ഉത്തരം പറഞ്ഞു, ഈ വന്ന തലവന്മാരോട്. ഈ ദൈവം എല്ലാം അറിയുന്നു, ഞങ്ങൾ ഈ ചെയ്തത് എന്താണെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് തെറ്റില്ല എന്നുള്ളതാണ് പറയുന്നൊരു സാരം. ഞങ്ങൾ യഹോവയോടുള്ള മത്സരത്താലോ ദ്രോഹത്താലോ അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ നിൻ്റെ രക്ഷ ഞങ്ങൾക്കില്ലാതെ പോകട്ടെ. അതായത് പറയുന്ന ഇതാണ്, ഞങ്ങൾ ഇവിടെ യാഗം കഴിപ്പാനോ, യാഗം കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ,
അതിന്മേൽ ഹോമയാഗോ ഭോജനയാഗോ അർപ്പിപ്പാനോ സമാധാന യാഗങ്ങൾ കഴിപ്പാനോ അല്ല ഞങ്ങൾ ചെയ്തത്. നാളെ യോർദാൻ ഇക്കരെയുള്ള നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുമായി നിങ്ങൾക്ക് എന്ത് കാര്യമുള്ളൂ? ഞങ്ങളുടെയും രൂപന്യരെയും ഗാദ്യരുമായ നിങ്ങളെയും മധ്യേ യഹോവ യോർദാനെ അതിരാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് യഹോവയിൽ ഒരു ഓഹരിയുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കൾക്ക് യഹോവയെ ഭയപ്പെടാതിരിപ്പാൻ സംഗതി വരുത്തുമെന്നുള്ള ശങ്ക കൊണ്ടല്ലയോ ഞങ്ങളിത് ചെയ്തത്? അതുകൊണ്ട് നാം ഒരു യാഗപീഠം പണിക എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പം യോർദാന് അക്കരെയുള്ള യാഗപീഠത്തിന് സമാനമായ ഒരു യാഗപീഠം. അപ്പം ആ യാഗപീഠം കാണിച്ചിട്ട് പറയാമല്ലോ, ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നാണ്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെയാണ് ഞങ്ങളുടെ ദൈവം. യാഗപീഠം നോക്കൂ, നിങ്ങളുടെ അവിടെയുള്ള യാഗപീഠത്തിൻ്റെ അതേ രൂപത്തിലുള്ള യാഗപീഠമല്ലേ ഇത് എന്ന് കാണിച്ച് അവർക്ക് ഒരേ ദൈവമായി ഇരിപ്പാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ശേഷം നമ്മുടെ സന്തതികൾക്കും മധ്യേ ഒരു സാക്ഷിയായിരിക്കേണ്ടതിന് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത്, നാളെ അവർ നമ്മോടോ നമ്മുടെ സന്തതികളോടോ അങ്ങനെ പറയുമ്പോൾ ഹോമയാഗത്തിനല്ല ഹനനയാഗത്തിനുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കേണ്ടതിന് ഞങ്ങളുടെ പിതാക്കന്മാർ ഉണ്ടാക്കിയുള്ള യഹോവയുടെ യാഗപീഠത്തിൻ്റെ പ്രതിരൂപം കാൺമീൻ എന്ന് പറയാനിടയാകും. എന്നിട്ട് അവസാനം യഹോവയോട് മത്സരിക്കുകയും ഇന്ന് യഹോവയെ മാറുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്നും അവർ പ്രാർത്ഥനാ രൂപത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. ഇത് അവർക്ക് പ്രഭുക്കന്മാർക്കും ഫീനഹാസിനും എലയാസനുമൊക്കെ സന്തോഷമായി. അങ്ങനെയാണ് അവർ ഇപ്പോൾ തിരികെ പോകുന്നത്. തിരികെ പോയി അവിടെ ചെന്ന് അവരോട് കാര്യമൊക്കെയും പറയാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ മടങ്ങിപ്പോകുന്നത്. അങ്ങനെ അവർ മടങ്ങിച്ചെന്ന് ഈ വിവരം അവിടെ അറിയിക്കുകയും ആ കേൾക്കുന്ന ജനവും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. കനാൻ ദേശത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവരോട് വസ്തു അറിയിച്ചു. ഇസ്രായേൽ മക്കൾക്ക് ആ കാര്യം സന്തോഷമായി. അവർ ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. ഞാനിവിടെ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നത്, ഫീനഹാസേ ഉള്ളൂ, എലയാസറില്ല. ഫീനഹാസും ഇസ്രായേൽ ഗോത്രത്തിലെ ഓരോ പിതൃഭവനത്തിനും ഓരോ പ്രഭു വീതം 10 പ്രഭുക്കന്മാരെ വായിച്ചു. അപ്പോൾ 10 11 പേരാണ് ഇവിടുന്ന് വന്നിട്ടുള്ളത്. എലയാസൻ്റെ മകനായ ഫീനഹാസേ വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ വായിച്ചപ്പം 2 പേരുടെയും പേരവിടെ കണ്ടപ്പോൾ ഞാൻ 2 പേരും ഉണ്ടെന്ന് വിചാരിച്ചങ്ങ് പറഞ്ഞു പോയതാണ്. പിന്നെ എനിക്കൊരു സംശയം വന്നപ്പോൾ ഞാൻ പുറകോട്ടൊന്ന് നോക്കിയപ്പോൾ അവിടെ ഫീനഹാസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ അവർ യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. അങ്ങനെ യുദ്ധം വരികയും ആജീവനാന്തം ഇവർ തമ്മിൽ ശത്രുക്കളായും ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് അവരുടെ സമയോചിതമായ ഇടപെടൽ യഥാർത്ഥത്തിൽ അങ്ങനത്തെ സംഭവം ഇല്ലായിരുന്നു. അതാണ് എൻ്റെ കാതലായ കാര്യം. അപ്പോൾ ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവും അവരെ സഹായിച്ചു. അവരെ സ്നേഹത്തോടെ 2 ഭാഗത്തേക്കും അവരവരുടെ അവകാശ ദേശത്തേക്ക് പോകാനിടയായി. തുടർന്നും ആ സ്നേഹത്തിലും സന്തോഷത്തിലും അവർ തുടർന്നു എന്നുള്ള കാര്യവും ഇത് നമുക്കും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ ഒക്കെ തെറ്റിദ്ധാരണകൾ വരാതെ, അത് തെറ്റിദ്ധാരണ നമ്മൾ തമ്മിൽ അകറ്റാതെ നമുക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുകയും അതിന് ആവശ്യമായ പരിഹാരം നടത്താൻ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ പരിഹാരം നടത്തുവാൻ ഇരുകൂട്ടരും തയ്യാറാകുകയും അത് ദൈവസ്നേഹത്തിൽ ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു മാതൃക പ്രകാരം തുടരുവാൻ നമുക്കും കഴിയണം. 2-ാമത്തെ വായനാഭാഗം യെശയ്യാ-പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം. ഇവിടെ ദൈവത്തിൻ്റെ ജനത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറയുന്ന ഒരു അധ്യായമാണ് ഇത്. ഇവിടെ നമുക്കറിയാം യഹൂദ എങ്ങനെയാണ് ആയിരിക്കുന്ന അവസ്ഥ, യഹൂദായുടെ കുറ്റങ്ങളും യഹൂദായുടെ കുറവുകളും യഹൂദായുടെ പാപപ്രവൃത്തികളും അവർക്ക് വരാനിരിക്കുന്ന ദോഷങ്ങളും ഒക്കെ അറിയിക്കുകയാണ് ഇവിടെ യെശയ്യാ-പ്രവാചകൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനിടയിൽ അവരുടെ പ്രത്യാശയായ വരുവാനിരിക്കുന്ന ഈ കാലത്തിലല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കാലത്തിലല്ല, മറ്റൊരു കാലത്ത് ദൈവം അയക്കുന്ന നിയമദൂതൻ്റെ അല്ലെങ്കിൽ പുത്രൻ്റെ മശിഹായുടെ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ആ നാളിലുണ്ടാകുന്ന
ദൈവജനത്തിനുണ്ടാകുന്ന വ്യത്യാസവും മറ്റു കാര്യങ്ങളും ആ മകനിലൂടെ അല്ലെങ്കിൽ ആ വ്യക്തിയിലൂടെ ലോകം മുഴുവൻ വരാനിരിക്കുന്ന നല്ല അനുഭവങ്ങളെ സംബന്ധിച്ചും ഒക്കെ ഇതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു പോകാൻ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്ന 28-ാം അധ്യായത്തിൽ ആദ്യം കാണുന്നത് എഫ്രൈമിലെ കുടിയാന്മാരുടെ ഡംബകിരീടത്തിനും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവൻ്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ഇതാ ശക്തിയും ബലമുള്ള ഒരുത്തൻ കർത്താവിൽ നിന്ന് വരുന്നു. തകർത്ത കൊടുങ്കാറ്റോടുകൂടിയ കന്മഴ പോലെയും കവിഞ്ഞൊഴുകിയ മഹാജലപ്രവാഹം പോലെയും അവനവരെ വെറും കൈകൊണ്ട് നിലത്ത് തള്ളിയിടും. എഫ്രൈമിലെ കുടിയാന്മാരുടെ ദമ്പകിരീടം ഞാൻ കാലുകൊണ്ട് ചവിട്ടിക്കളയും എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അന്നാണ് ഈ സൈന്യങ്ങളുടെ യഹോവ തൻ്റെ ജനത്തിൻ്റെ ശേഷിപ്പിന് മഹത്വമുള്ളൊരു കിരീടവും ഭംഗിയുള്ള മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവൻ ന്യായത്തിൻ്റെ ആത്മാവ് പട്ടണവാദം അത് വരാനിരിക്കുന്ന കാലത്ത് അതിനുശേഷം പിന്നെ എപ്പോഴോ നടക്കാനിരിക്കുന്ന ഒരു നല്ലതിനെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് 7-ാമത്തെ വാക്യം, എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു എന്ന് പറഞ്ഞ് അവരെക്കുറിച്ച് കുറച്ച് ഏറ്റവും മോശമായ ഏറ്റവും ഹീനമായ കാര്യങ്ങളൊക്കെ അവിടെ ദൈവം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അവരും എന്ന് പറയുന്നിടത്ത് മറ്റൊരു കൂട്ടരെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ വായിച്ച എഫ്രൈമിലെ കുടിയാന്മാരുടെ കാര്യത്തെക്കുറിച്ചാണ്. എഫ്രൈം എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു ഗോത്രത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലിന് മുഴുവനായിട്ടാണ്. അപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ കുറിച്ചും ഇവിടെ നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് യഹൂദ രാജാക്കന്മാരായ 4 രാജാക്കന്മാരുടെ കാലത്താണ്. പക്ഷേ അതിവിടെ പറയുന്നത് വടക്കേ രാജ്യമായ ഇസ്രായേലും എന്നും പറഞ്ഞ് ആ രാജ്യത്തെക്കുറിച്ചും ഇവിടെ പറയുകയാണ്. അവരും ഇവരും രണ്ടും ഒരുപോലെയാണ് എന്നുള്ളതാണ്. അവരിൽ നിന്ന് അതെല്ലാം എടുത്തു കളയും എന്നും പറയുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ. എന്നിട്ട് ഇതിനകത്തൊരു പ്രവചനം പറയുന്നുണ്ട്, വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അത് സംഭവിച്ചത് യേശുക്രിസ്തുവിൻ്റെ കാലത്തുമല്ല, യേശുക്രിസ്തുവിൻ്റെ കാലത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളുടെ കാലത്താണ്. വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. അപ്പം നമ്മൾ ഈ അന്യഭാഷയൊക്കെ പറയുമ്പോൾ ഇത് എഴുതുന്ന കാലത്ത് അന്യഭാഷയില്ല. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്യഭാഷയില്ല. എന്നാൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് അന്യഭാഷയുണ്ട്. അന്യഭാഷയെക്കുറിച്ച് തന്നെ പൗലോസിൻ്റെ അപ്പോസ്തലൻ ലേഖനത്തിൽ തന്നെ പറയുന്നത് അല്പമായ, അതായത് അവിടെ കൃപാവരങ്ങളെ ആഗ്രഹിപ്പിൻ, കൃപാവരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ പറയുന്നുണ്ട് പൂർണ്ണമായത് വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും. അപ്പം വ്യാഖ്യാനവരം, പ്രവചനവരം, അതുപോലെ തന്നെ അന്യഭാഷാവരം, ഇമാതിരി വരങ്ങളൊക്കെ തന്നെ അത് പൂർണ്ണമല്ല, അല്പമായതാണ്. ഈ അല്പമായതൊക്കെ പൂർണ്ണമായത് വരുമ്പോൾ, അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടന്നു എന്നുള്ളത് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണാം. നടന്ന അത്ഭുതങ്ങളാലും കാര്യങ്ങളാലും ഒക്കെ ദൈവവചനത്തെ സ്ഥിരപ്പെടുത്തി പോകുന്നു എന്നാണ്. അപ്പോൾ ദൈവവചനം സ്ഥിരപ്പെട്ടു പോകുന്നൊരു പ്രോസസ്സ് നടക്കുക. ദൈവവചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, അതല്ലെങ്കിൽ അത് പൂർണ്ണമായത് വന്നു കഴിഞ്ഞു. പൂർണ്ണമായതെന്ന് പറഞ്ഞത് ദൈവവചനമാണ്, അത് ബൈബിളാണ്. അത് പൂർണ്ണമായത് വരുമ്പോൾ അംശമായ ഈ പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം എന്നുള്ള കാര്യങ്ങളൊക്കെ നിന്നു പോകുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകങ്ങളിലുള്ളത്. അപ്പം അത് പ്രകാരം ഞാൻ ഇത് പറഞ്ഞത്, ഈ യെശയ്യാ പ്രവാചകൻ പറയുന്ന കാലത്ത് ഈ ഭാഷാവരമില്ല, അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതില്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്തുമില്ല. അത് ദൈവം ഒരു കാലത്തേക്കാണ് വച്ചിരിക്കുന്നത്. അത് വച്ചിരുന്നത് വചനം സ്ഥിരപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ വചനം എഴുതി തീർക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അത് ആ കാലഘട്ടം, ആ പർപ്പസ് കഴിയുമ്പോൾ അത് മാറിപ്പോയി അല്ലെങ്കിൽ മാറിപ്പോകും എന്ന് തന്നെയാണ് വചനം നമ്മളോട് പറയുന്നത്. പക്ഷേ ഇന്നും ആൾക്കാർ അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ വരത്തിനായി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അന്യഭാഷ ഉണ്ടെന്ന് പറയുന്നു. ചില പാസ്റ്റർമാർ മലയാളമല്ലാത്ത ഭാഷകൾ പറയുന്നു, സ്ഥിരമായി അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് അവർക്ക് അന്യഭാഷ ഉണ്ടെന്നാണ്. ദൈവം പറയുന്ന അന്യഭാഷ നീക്കിക്കളയും, അത് നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്. അത് ഈ കൂട്ടത്തിൽ അത് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ വിക്കി പറയുന്ന അർത്ഥത്താൽ അന്യഭാഷയിൽ ഈ ജനത്തോട് സംസാരിക്കും. അത് ഏത് കാലഘട്ടമാണെന്ന് നമ്മൾ ഇത് പുസ്തകത്തിൽ വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ
അതുകൊണ്ട് കുറച്ചുകൂടി താഴോട്ട് വന്നിട്ട്, അതുകൊണ്ട് യെരുശലേമിലെ ഈ ജനത്തിൻ്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്കിത് ബാധിക്കുകയില്ല, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല എന്നുള്ളതാണ് അവരുടെ ചിന്ത. പക്ഷേ അത് നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ ഇല്ലാതാക്കുമെന്നൊക്കെ തന്നെയാണ് ഇത് പറയുന്നതിൻ്റെ ആശയം, അടിസ്ഥാനം അല്ലെങ്കിൽ അർത്ഥം. എന്നിട്ട് അവിടെ ഒരു പ്രവചനം പറയുന്നത് 16, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു. ഞാനത് ഒരു കല്ലവിടെ വെച്ചിട്ടുണ്ട്, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അപ്പം അവിടെ നമുക്കൊരു പ്രവചനം, ഒരു വലിയ പ്രവചനം, നടന്ന പ്രവചനം, നമുക്കും ബോധ്യമുള്ളൊരു പ്രവചനം അവിടെ കാണാൻ പറ്റും. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും, പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. അത് ആക്രമിക്കുമ്പോഴൊക്കെ നിങ്ങളെ പിടിക്കും. അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും. അതിൻ്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും. യഹോവ തൻ്റെ പ്രവൃത്തിയെ, തൻ്റെ ആശ്ചര്യപ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തൻ്റെ ക്രിയയെ, തൻ്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തുന്നതിനും പെറാസിയം മലയിൽ എന്ന പോലെ എഴുന്നേൽക്കുകയും ഗിബെയോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും. അപ്പോൾ യഹോവ തൻ്റെ പ്രവൃത്തിയെ, തൻ്റെ ആശ്ചര്യപ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും. അപ്പോൾ യുദ്ധങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ആശ്ചര്യപ്രവൃത്തികളല്ല. എന്നാൽ ആശ്ചര്യപ്രവൃത്തി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നതായിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു അപൂർവ പ്രക്രിയയാണ്, ഒരിക്കലും അങ്ങനെ നടന്നിട്ടില്ല. അതിനുശേഷമോ അതിനു മുമ്പോ നടന്നിട്ടില്ല. അത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാത്രം നടന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അത് ഒരു പ്രവൃത്തിയെ നടന്നിട്ടുള്ളൂ അങ്ങനെ ഒന്ന്. യഹോവ തൻ്റെ പ്രവൃത്തിയെ, തൻ്റെ ആശ്ചര്യ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തൻ്റെ ക്രിയയെ, തൻ്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തേണ്ടതിനും പെറാസീം മലയിൽ എന്ന പോലെ എഴുന്നേൽക്കുകയും ഗിബെയോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യുമെന്നാണ് വായിക്കുന്നത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണ്ണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയെ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധ വെച്ച് എൻ്റെ വചനം കേൾപ്പിൻ. അതാണ് യെശയ്യാപ്രവാചകൻ ജനത്തോട്, ഞാനിങ്ങനൊരു കാര്യം കേട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്ന്. അവസാനത്തെ വാക്യം, അവിടെ ഈ മെതിവണ്ടി കയറ്റി അതിൽ നിന്ന് ധാന്യവും അതിൻ്റെ തോലും വേർതിരിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നത്, അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലയോ. അപ്പോൾ വണ്ടിയും വെയിറ്റുമുള്ള കാര്യങ്ങളാണ്. ചക്രവും വണ്ടിയും ഒക്കെ ഈ ധാന്യങ്ങളുടെ മുകളിൽ കൂടെ പോകും. എന്നാൽ അതൊന്നും ചതഞ്ഞു പോകുന്നില്ല. അത് ധാന്യവും അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ ഒരു കവറിങ്ങും മാറിപ്പോവുകയാണ്. നെല്ലിൻ്റെ ഉമിയും വേർതിരിക്കപ്പെടുന്നത് പോലെ അത് മാറിപ്പോവുകയാണ്. അവനതിനെ ചതച്ചു കളയുകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. അപ്പോൾ അത് ചതഞ്ഞു പോകാത്തതുപോലെ ഞാനൊരു ഇതും ഈ ജനത്തെയും അങ്ങനെ ചതച്ചില്ലാതാക്കി കളയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ശേഷിപ്പുണ്ടാകുമെന്ന് തന്നെയാണ്. അപ്പോൾ അതാണ് ദൈവം ഇവിടെ പറയുന്നത്. അപ്പം ഭയങ്കര ധാന്യത്തെക്കാളും വളരെ 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 ഭാരമുള്ള മെതിവണ്ടിയാണ് അതിൻ്റെ മുകളിൽ കയറുന്നത്. പക്ഷേ അത് ചതഞ്ഞു പോകുന്നില്ല, ഉടഞ്ഞു പോകുന്നില്ല, പൊടിഞ്ഞു പോകുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ആ സിസ്റ്റം ദൈവം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിനുള്ള ശക്തി, അതിനുള്ള ബലം ദൈവം ആ ധാന്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതാണ് അത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ധാന്യം ചതഞ്ഞു പോകാത്തതും പൊടിഞ്ഞു പോകാത്തതും മുറിഞ്ഞു പോകാത്തതും ഒക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. ദൈവം ആ ധാന്യത്തെ അങ്ങനെ വെച്ചിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടി കയറിയാൽ ഉറുമ്പിൽ നശിച്ചു പോകും. ഒരു ചെറിയ പുഴുവിൻ്റെ മണ്ടയിൽ കൂടെ ആ വണ്ടി കയറിയാൽ പുഴു ചതഞ്ഞു ഇല്ലാതായി പോകും. പക്ഷേ ഈ ധാന്യത്തിൻ്റെ മുകളിൽ കയറുമ്പോൾ ആ ധാന്യം കേടാകുന്നില്ല, ധാന്യം നശിച്ചു പോകുന്നില്ല. അതുപോലെ ഈ ജനത്തെ സംബന്ധിച്ചും ദൈവം പറയുകയാണ്, ദൈവം ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു. ആ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ ധാന്യത്തെക്കാളും എത്രയോ ഭാരമുള്ള ചക്രം അതിൻ്റെ മേൽ കയറുമ്പോൾ അത് ചതഞ്ഞു പോകാത്തതും പൊടിഞ്ഞു പോകാത്തതും മുറിഞ്ഞു പോകാത്തതും. അപ്പം ദൈവം തൻ്റെ ജനത്തെ അതിശയകരമായി നടത്തുവാൻ തക്കവണ്ണം ഉത്കൃഷ്ട മനസ്സുള്ളവനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. മൂന്നാമത്തെ വായനാ ഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം. ഈ ഒരു അധ്യായം ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക്, ഭക്തന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. കാരണം വിശ്വാസം എന്തെന്ന് നമ്മളോട് പറയുന്നതും വിശ്വാസത്തിന് ഒരു റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്നതും
വിശ്വാസത്തിൽ നിൽക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നതും വിശ്വാസമാണ് സർവ്വത്തിലും പ്രധാനമെന്ന് പറയുന്നതും വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു കാഴ്ചപ്പാട് തരുന്നതുമായ അധ്യായമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ 11-ാമത്തെ അധ്യായം. അവിടുത്തെ തുടക്കം തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോൾ വിശ്വാസം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ച്, ഉറപ്പില്ലാത്ത കാര്യത്തെക്കുറിച്ച് ലഭിക്കുന്ന ഒരു ഉറപ്പ് നിശ്ചയമാണ്. അത് നമ്മുടെ കണ്ണിൽ കണ്ടിട്ടില്ല. ഒരു ലോകത്തിൻ്റെ കണ്ണിൽ അത് വിശ്വാസയോഗ്യവുമല്ല, വിശ്വസിക്കാൻ പാടുള്ള കാര്യവുമാണ്. പക്ഷേ അത് ഉറപ്പായി സംഭവിക്കും, അത് നടക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിനെയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പോൾ ഈ ലോകത്തിന് ഈ സൃഷ്ടിയെ സംബന്ധിച്ച് വേറെ ചില കാഴ്ചപ്പാട് ഒക്കെ കാണാം, അല്ലെങ്കിൽ ഇത് ഒരു ദൈവീക സൃഷ്ടി അല്ല എന്ന് അവർ ചിലപ്പോൾ തെളിയിക്കാനുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ തെളിവുകളൊക്കെ നിരത്താം. പക്ഷേ നമ്മൾ ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലൊരു കലർപ്പുണ്ടാകാൻ പാടില്ല, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന്. എത്ര നാളിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സയൻസ് എന്താ പറയുന്നത്? സയൻസ് പറയുന്നത് കോടാനുകോടി വർഷം ഭൂമി അങ്ങനെയായിരുന്ന കാര്യത്തെക്കുറിച്ചാണ്. കോടാനുകോടി വർഷം പഴക്കമുണ്ട് ഭൂമിയുടെ കാലമൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ആ ഒറ്റൊരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എത്ര നാൾ? ഒരു കണക്കുമില്ല അവിടെ. അതിനെക്കുറിച്ച് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, വചനവും ദൈവീക കാര്യങ്ങളും ഒരിക്കലും സയൻസിന് എതിരല്ല. നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനും കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ പറയുന്നത് എത്ര നാളെന്ന് പറഞ്ഞില്ല, അത് എത്ര നാൾ വേണേലും ആകാം, കോടാനുകോടി വർഷമാകാം. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എത്ര നാൾ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സയൻസ് പറയുന്നത് ആദ്യ ജീവി അമീബ ഉണ്ടായത് വെള്ളത്തിലാണെന്നാണ്. അപ്പോൾ വെള്ളത്തിൽ ദൈവം പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന വാക്യത്തിൽ ഈ സൃഷ്ടിയുടെ ആരംഭത്തെ സംബന്ധിച്ച് അവിടെ ഉണ്ട്, ആ വാക്യത്തിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ആ പരിവർത്തനത്തിൻ്റെ അത് എത്രയോ കോടാനുകോടി വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അവസാനം സയൻസ് പറയുന്ന പോലെ അമീബ എന്നൊരു ജീവി അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദൈവം ചെയ്തതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. സയൻസിന് മുമ്പേ ഉള്ള ദൈവത്തെ സംബന്ധിച്ച്, സയൻസിന് മുമ്പേ ഉള്ള ദൈവിക ആലോചനയെ സംബന്ധിച്ച്, സയൻസിന് മുമ്പേ ഉള്ള ദൈവിക പദ്ധതിയെ സംബന്ധിച്ച് ദൈവജനമായി നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. വിശ്വാസത്താൽ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നിട്ട് വിശ്വാസത്തിൽ ജീവിച്ച ഒരുപാട് ആളുകളുടെ പേരുകൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യിൻ്റേതിലായി ഉത്തമമായി യാഗം കഴിച്ചു. അപ്പോൾ ഹാബേലും കയ്യനും യാഗം കഴിച്ചു. ഹാബേലിൻ്റെ യാഗം വിശ്വാസത്തിൽ കയ്യൻ്റെ യാഗത്തേക്കാൾ ഉത്തമമായിരുന്നു എന്നാണ്. പിന്നെ വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ. അപ്പോൾ അവിടെ ഒരു കാര്യം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വാസമില്ലാതെ മെഴുതിരി കത്തിക്കുന്നതും വിശ്വാസമില്ലാതെ ആരാധന കൂടുന്നതും വിശ്വാസമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും, മെഴുതിരി കത്തിക്കണമെന്ന് ഞാൻ പറയുകയല്ല, പലരും ചെയ്യുന്നത് ചടങ്ങ് പോലെ ചെയ്യുന്ന പല കാര്യങ്ങളിലൊരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മെഴുതിരിയൊന്നും കത്തിക്കേണ്ട ഒരു കാര്യവുമില്ല. അതൊന്നും ദൈവത്തിൻ്റെ പ്രസാദത്തിലല്ല. ഹൃദയത്തിലില്ലാത്തത് പ്രവൃത്തിയാൽ ചെയ്തിട്ടൊരു കാര്യമില്ല. വെറും പ്രവൃത്തികളെ ആശ്രയിക്കുന്ന പദ്ധതി പരിപാടി ദൈവം നിർത്തിയിട്ട് കാലങ്ങളായി. വച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കൂടി വരുമ്പോൾ അപ്പം നുറുക്കലിൻ്റെയും ഒരു കാര്യം മാത്രമാണ് ദൈവം ഇന്ന് വെച്ചിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവികമായ പ്രവൃത്തി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പണ്ടത്തെ ആചാരങ്ങളും ഇന്നും ജാതികളുടെ ആയിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ്. അത് ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമല്ല. ഇവിടെ പറയുന്നത് വിശ്വാസത്താൽ
അല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ ദൈവം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നുവെന്ന് വിശ്വസിക്കണം. അപ്പം ഇത് രണ്ടും വിശ്വാസികളെ സംബന്ധിച്ച്, അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു വാക്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ് വിശ്വാസികൾക്ക് ആ വിശ്വാസത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടും വിശ്വാസത്തിലൊരു ഉറപ്പും വിശ്വാസത്തെ എന്താണ് വിശ്വാസം എന്നുള്ളത് അത് തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ആയിത്തീരണമെന്നൊക്കെ ഉള്ളതിനൊരു കൃത്യമായ അറിവും പിക്ചറും ഒക്കെ ലഭിക്കുന്നത് ഈ 11-ാം അധ്യായം ഉള്ളത് കൊണ്ടാണ്. അതാണ് നമ്മൾ കാണുന്നത്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ. എന്നിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പോൾ ഇതിലൊരു വാക്യം പറയുന്നുണ്ട്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ആ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട്? ഹാവേലുണ്ട്, ഹാനോക്കുണ്ട്, നോഹയുണ്ട്, അബ്രഹാമുണ്ട്, സാറയുണ്ട്. ഇത്രയും പേരുടെ അതിൽ ഇസഹാക്ക്, യാക്കോബൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ യാക്കോബുണ്ട്, ഇസഹാക്കുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെയും പേരുകൾ പറഞ്ഞിട്ടാണ് പറയുന്നത്, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആര്? വിശ്വാസത്തിൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഹാനോക്കും വിശ്വാസത്തിൽ മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഹാനോക്ക് മരണം കൂടാതെ എടുക്കപ്പെട്ടു, ജീവിച്ചിരിക്കുന്നു, സ്വർഗത്തിലേക്ക് പോയി എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട് ജനം. പക്ഷെ ആ ഹാനോക്കിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഹാനോക്ക് മരിച്ചു എന്നുള്ളത്. അപ്പോൾ ആരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം അത് തന്നെയാണ് വിശ്വാസം. അതാണ് സത്യം, അതാണ് വിശ്വാസം. ആ ഒരു കാര്യമേ സംഭവിച്ചിട്ടുള്ളൂ. യേശുക്രിസ്തു മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഹാനോക്ക് ജീവിച്ചിരിപ്പില്ല. ഫിലിപ്പോസ് ജീവിച്ചിരിപ്പില്ല. ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവനെ പിന്നെ അസ്തോദിൽ കണ്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് ഏലിയാ പ്രവാചകനും ഏലീഷായും തമ്മിൽ മാറി. അവർ തമ്മിൽ മാറി. അവനെ എടുത്തു ഏലിയാവിനെ എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവിനെ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുത്തു, ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നാളുകൾ കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് എന്താണ്? ഏലിയാ പ്രവാചകൻ്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇതേ പുസ്തകത്തിൽ. അപ്പോൾ എവിടെ നിന്നാണ് എഴുത്ത് വന്നത്? സ്വർഗത്തിൽ നിന്നോ? ഏത് മഷി കൊണ്ടാണ് എഴുതിയത്? സ്വർഗത്തിലെ മഷി കൊണ്ടോ? ഏതിലാണ് എഴുതിയത്? അത് സ്വർഗത്തിലെ പേപ്പറിലാണോ? അപ്പോൾ ഇതെല്ലാം ഭൂമിയിലാണ് നടന്നതെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഏലിയാ പ്രവാചകനെ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഏലിയാ പ്രവാചകൻ ജീവനോടെ സ്വർഗത്തിൽ പോയെന്ന അർത്ഥം അവിടെ ഇല്ല. അതുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരാൾ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുന്ന വേറൊരാളും മനുഷ്യനായിട്ടൊരാൾ വേറെയില്ല. അത് നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കണം. അതാണ് എൻ്റെ സത്യം. പിന്നെ ബാക്കി ഹാനോക്ക് വിശ്വാസത്താൽ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കേണ്ടത്. ഏലിയാവിനെ എടുക്കപ്പെട്ടപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫിലിപ്പോസ്, അതൊക്കെ നമ്മൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളാണെന്ന് കണ്ണുമടച്ച് ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കരുത്. അപ്പോൾ ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ മരിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഈ മരിച്ചുപോയവരുടെ ദൈവമാണ് ഞാൻ എന്ന് പറയുവാൻ ദൈവം ലജ്ജിക്കുന്ന കാര്യം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ മരിച്ചവരുടെ ദൈവം എന്ന് പറയാൻ എങ്ങനെ കഴിയും? ഞാൻ മരിച്ചുപോയവരുടെ ദൈവമാണെന്ന് ഒരിക്കലും അങ്ങനെയല്ലത്. അപ്പം ദൈവസന്നിധിയിൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും അങ്ങനെ പലരും ജീവിച്ചിരിക്കുന്നവരാണ്. കാരണം അവർക്ക് നിത്യജീവൻ ലഭിച്ച് ജീവിച്ചിരിക്കേണ്ടവരാണ്. അവരുടെ ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ്. നമുക്കാണ് അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും മരിച്ചുപോയവർ. ദൈവത്തിൻ്റെ കണ്ണിൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവമാണ്. ദൈവം ജീവനുള്ളവരുടെ ദൈവം അത്രേ. അപ്പോൾ ജീവനുള്ളവരുടെ ദൈവമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാം വിശ്വാസത്താൽ ചെയ്ത കാര്യം, ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോയ കാര്യം,
വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും യേശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചത്. അപ്പോൾ അനുഗ്രഹിച്ച കാര്യം, താൻ പറഞ്ഞ കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കുമെന്ന് വിശ്വാസമില്ലാതെ ഇളയവൻ മൂത്തവനേക്കാളും പ്രബലനാകും എന്നൊരു കാര്യം പറയണമെങ്കിൽ അത് സംഭവിക്കാൻ പോകുന്നത് പാഴായി പോകുന്നൊരു വാക്ക് പറയാനൊക്കെ, അത് അങ്ങനെ ആകുമെന്നുള്ള മനസ്സിലെ വിശ്വാസം കൊണ്ടല്ലേ അങ്ങനെ പറയാനൊക്കുള്ളൂ. അപ്പോൾ അതാണ് വിശ്വാസത്തെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ യോസഫ് മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളോട് അവരുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു. നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകും, നിങ്ങൾ ഇവിടുന്ന് പോകും, ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരാനിരിക്കുന്ന സ്ഥലത്തേക്ക്, നാട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്, യോസഫ് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുമ്പം എൻ്റെ അസ്ഥികളെയും കൂടെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. അവിടെ മോശയെ കുറിച്ച് പറയും. വിശ്വാസത്താൽ മോശെ എന്ത് ചെയ്തെന്താണ്? പാപത്തിൻ്റെ തൽക്കാല ഭോഗം, അല്ലെങ്കിൽ ഫറവോൻ്റെ കൊട്ടാരത്തിലെ സൗകര്യങ്ങൾ വേണ്ട, എനിക്ക് ദൈവജനത്തോടു കൂടി അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടി ആ നിന്ന് അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ പോയി ജീവിച്ചവനാണ് മോശെ. എന്നിട്ട് വിശ്വാസത്താൽ രാഹാബിനെ അറിയാമല്ലോ. രാഹാബ് ഒറ്റുകാരെ അവരെ ഒളിപ്പിച്ചു വെച്ചു, സൈന്യത്തിൻ്റെ കയ്യിൽ അടക്കപ്പെടാതെ. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ഒരു ജനം വരുന്നുണ്ട്, അവർക്കൊരു ദൈവമുണ്ട്, യഹോവ എന്നൊരു ദൈവം. ആ യഹോവ ഈ കനാൻ ദേശം അവർക്ക് കൊടുക്കും എന്ന് ആ രാഹാബ് വിശ്വസിച്ചു. അപ്പോൾ ആ വിശ്വാസം ദൈവത്തെ സംബന്ധിച്ച് ആ രാഹാബ് വിശ്വസിച്ചു. ആ രാഹാബ് വിശ്വസിച്ചത് അവൾക്ക് അത് ഗുണമായി, അല്ലെങ്കിൽ അനുഗ്രഹമായി. പിന്നെ പറയുന്നത് ഗിദ്യോന്, ബാരാക്ക്, ശിംഷോന്, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ അപ്പോൾ എല്ലാ പ്രവാചകന്മാർ പേരിവിടെ വന്നിട്ടില്ല, മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പോൾ അധ്യായങ്ങൾ പലത് വേണ്ടി വരും. അവിടെ ചുരുക്കമായി പറയുന്നു, വിശ്വാസത്താൽ അവർ രാജാക്കന്മാർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, ദാനിയേൽ തീയുടെ ബലം കെടുത്തി, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ വാളിൻ്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ മടക്കി കിട്ടി, ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. മറ്റു ചിലർ, അപ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടിയവർക്ക് എന്ത് സംഭവിച്ചു? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനെ തിരികെ കിട്ടി. അത് അങ്ങനെ സംഭവിച്ചല്ലോ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ സമയത്ത് അതിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് വന്ന് പലവരും വന്ന് തിരികെ വീട്ടിൽ ചെന്നു. അയ്യോ, മരിച്ച ആൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു. പക്ഷേ ആ ഉയർത്തെഴുന്നേറ്റവർക്ക് എന്ത് സംഭവിച്ചു? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ആ സ്ത്രീകൾക്ക് എന്ത് സംഭവിച്ചു? ആ ഉയർത്തെഴുന്നേറ്റവർക്ക് എന്ത് സംഭവിച്ചു? അവർ വീണ്ടും മരിച്ചു. അവർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു ജീവിക്കുന്ന പോലെ എന്നേക്കും അവർക്ക് ജീവനെ ലഭിച്ചു, നിത്യവും ലഭിച്ചു. ഇന്നും ജീവിച്ചിരിക്കുന്നില്ല, അവർ വീണ്ടും മരിച്ചു. ലാസർ എവിടെ? ലാസർ 4 ദിവസം ചീഞ്ഞ ശരീരം ലാസറിന് മടക്കി ലഭിച്ചു. ലാസർ ജീവനുള്ളവനായി വന്നു. ആ ലാസർ എവിടെ? ലാസറും ഉയർത്തെഴുന്നേറ്റ് ലഭിച്ചവനല്ലേ. ആ ലാസറും വീണ്ടും മരിച്ചു. അതാണ് സത്യം. മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി. ഇതെല്ലാം വിശ്വാസത്താലാണ് ഇവരെല്ലാം ഇവർക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നേരിടുന്നത്. വിശ്വാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ ഇറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ച് കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അങ്ങനെ ലോകത്ത് ജീവിക്കാനൊക്കത്തില്ല. ലോകം അവരെ ആട്ടിപ്പായിച്ചു, ഓടിച്ചു, തല്ലാൻ ശ്രമിച്ചു. അപ്പോൾ അവർക്ക് ലോകത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അത് നിത്യജീവൻ സംബന്ധിച്ച് മാത്രമേ വാഗ്ദത്തം പ്രാപിച്ചിട്ടുള്ളൂ. ദൈവരാജ്യം സംബന്ധിച്ച വാഗ്ദത്ത നിവൃത്തി ഇപ്പോഴും യേശുക്രിസ്തു പ്രാപിച്ചിട്ടില്ല. അപ്പോൾ അവർ ആ നിത്യജീവൻ്റെ വാഗ്ദത്ത നിവൃത്തി തന്നെ പ്രാപിച്ച യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. എല്ലാവരും സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എവിടെ മുതൽ? അബ്രഹാം മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് നോഹ മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഹാനോക്ക് മുതലൊക്കെ നോക്കിയാൽ അവരാരും ഈ വാഗ്ദത്ത നിവൃത്തി ഇതുവരെ പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ, ഈ വായിക്കുന്ന നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി
ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു അല്ലെങ്കിൽ മുൻകരുതിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി നല്ലൊരു കാര്യം മുൻകരുതിയിരിക്കുകയാണ്. അപ്പം ഇവർ ഈ പറയുന്ന ആളുകളെല്ലാവർക്കും ഒരുമിച്ചെന്നല്ലേ ഇവിടെ വായിക്കുന്നത് അല്ലേ? നമ്മളെ കൂടാതെ വിശ്വാസം ഈ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതിരിക്കേണ്ടതെന്നാണ്. നമ്മെ കൂടാതെ നമുക്കും അവർക്കും എല്ലാം ഒരുമിച്ചാണ് വാഗ്ദത്ത നിവൃത്തി ലഭിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അത് ഇതിനുള്ളൊരു ഒരു തെളിവ് കൂടി നമുക്ക് വായിക്കാൻ പറ്റുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. 1 കൊരിന്ത്യർ 15-20 മുതൽ താഴോട്ട് വരുമ്പം, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പം ആദ്യഫലം ക്രിസ്തു, അതല്ല അതിനു മുമ്പ് വേറൊരു ഫലമില്ല. അപ്പം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പാണ് ലാസർ ഉയർത്തെഴുന്നേറ്റത്. പക്ഷേ ഇവിടെ ആദ്യഫലം ക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാം. ആദ്യഫലം ലാസറല്ല. അപ്പോൾ ആ ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും മരിച്ചു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ക്രിസ്തുവാണ് അതിൽ ആദ്യഫലം, ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യജാതൻ. പിന്നെ ക്രിസ്തുവിനുള്ളവർ എപ്പോഴാണ്? അവൻ്റെ വരവെങ്കിൽ. അപ്പോൾ അവൻ്റെ വരവെങ്കിലാണ് അബ്രഹാം മുതൽ അല്ലെങ്കിൽ ഹാനോക്ക് മുതലുള്ള എല്ലാവരും, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു നിത്യജീവൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് അവൻ്റെ വരവിങ്കലാണ്. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നതും ഇതും തമ്മിൽ ചേർത്ത് വായിക്കാൻ പറ്റും. അത് ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ വാക്യം കൂടെ എടുത്തത്. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. നമുക്ക് തുടർന്നും നാളെയൊക്കെയും പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം സഹായിക്കട്ടെ. കേട്ടിരുന്ന താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു.